Hi friends, welcome back to Stories of Isa. രാവിലെ തന്നെ ഉടുത്തൊരുങ്ങി മുന്നിൽ വന്ന് നിന്നോളും അശ്രീകരം. അമ്മേ അമ്മേ, ദേ ഈ ദുശകുനത്തിനോട് എന്റെ മുൻപിൽ വന്ന് നിൽക്കാതെ മാറി പൊക്കോളാൻ പറഞ്ഞോണം. എപ്പോഴും കാണാം എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ നിൽക്കുമ്പോൾ ശകുനം മുടക്കിയായി മുന്നിൽ അസത്ത്. ദേഷ്യം കൊണ്ട് കത്തിക്കാളി ഉയർന്ന സ്വരത്തിൽ ഗിരീഷ് ചീത്ത വിളിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ പകച്ചു മുന്നിൽ നിൽക്കുകയായിരുന്നു അശ്വതി. കണ്ണുകൾ നിറഞ്ഞു തൂവാതിരിക്കാൻ അവൾ പെടാപ്പാട് പെടുകയായിരുന്നു. കരച്ചിലോ കണ്ണീരോ കണ്ടാൽ ദേഷ്യം കൂടി ചിലപ്പോൾ ഗിരീശേട്ടൻ അടിച്ചൂന്ന് വരാം. ഒന്ന് രണ്ട് പ്രാവശ്യം ആ കൈയുടെ അടിയേറ്റ് ചുണ്ടു പൊട്ടി ചോര ഒഴുകിയതപ്പോൾ അശ്വതിയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. എന്താണ് ഗിരി, എന്തിനാ നീ ഇങ്ങനെ ഉറക്കെ സംസാരിക്കുന്നത്? ഈ വീട്ടിലുള്ളവർ കേട്ടാൽ പോരെ ഇവിടുത്തെ കാര്യങ്ങൾ? അല്ലാതെ അയൽപ്പക്കത്തെ വീട്ടുകാരെ കൂടി അറിയിക്കണോ? ആരറിഞ്ഞാലും കേട്ടാലും എനിക്കൊന്നുമില്ല. ദേ, അമ്മയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ ഇവളെ എന്റെ മുൻപിൽ കാണരുതെന്ന്. എനിക്കിഷ്ടമല്ല ഈ ജന്തുവിനെന്ന്. വെറുപ്പോടെ അശ്വതിയുടെ നേർക്ക് വിരൽ ചൂണ്ടി ഗിരീഷ് പറയുമ്പോൾ കരച്ചിലടക്കാൻ പടാപ്പാട് പെടുകയായിരുന്നു അശ്വതി. ആ, അത് അവളെ അറിയാതെ സംഭവിച്ചതാവുമടാ. അവൾക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്, അതിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ആ കുട്ടി. നീ ഇപ്പോൾ ഇറങ്ങി വരുമെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. സാരമില്ല, പോട്ടെ. നീ എങ്ങോട്ടാന്ന് വെച്ചാൽ പോവാൻ നോക്ക് ഗിരി. എന്നിട്ടേ അവൾ ഇനി പോണോളൂ. അതിന്റെ പേരിൽ ഇനി വഴക്ക് ഉണ്ടാക്കണ്ട. ഇവളെ കണി കണ്ടോണ്ട് ഞാൻ ഇനി എങ്ങോട്ടും പോയെന്റെ ജീവൻ കളയണില്ല. കയ്യിലിരുന്ന വണ്ടിയുടെ താക്കോൽ പൂമുഖത്തെ സോഫയിലേക്ക് വേഗത്തിൽ വലിച്ചെറിഞ്ഞ് ഗിരി ദേഷ്യത്തിൽ അകത്തേക്ക് കയറിപ്പോയി. അശ്വതി ജനിച്ചു വീണപ്പോൾ തന്നെ അമ്മയുടെ പ്രാണനും നടന്നു തുടങ്ങിയ പ്രായത്തിൽ അച്ഛന്റെയും ജീവൻ എടുത്തവൾ. അതായിരുന്നു അവളെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും. ശാപം പിടിച്ചവൾ, ജാതകദോഷത്തോടെ പിറന്നവൾ, വളർച്ചയുടെ പടവുകൾ കയറും തോറും ഇരിക്കുന്നിടം മുടിയുമെന്നാണ് അവളുടെ ജാതകത്തിലുള്ളതെന്നറിഞ്ഞപ്പോൾ ബന്ധുക്കൾ എല്ലാവരും അവളെ കൈയൊഴിഞ്ഞു. ഒടുവിൽ വളരെ അകന്ന ബന്ധുക്കളായ ഗിരിയുടെ അമ്മയും അച്ഛനും അവളെ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു. ആ ചെറുപ്രായം മുതൽ ഈ 22-ാം വയസ്സ് വരെ അവൾ വളർന്നത് ഈ വീട്ടിലാണ്. കളിക്കൂട്ടുകാരനായി ചെറുപ്പം മുതൽക്കൊപ്പം ഉണ്ടായിരുന്നതാണ് ഗിരീഷും. എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഗിരീഷിന്റെ അച്ഛൻ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചപ്പോൾ അതിന് കാരണം അശ്വതിയുടെ ജാതകമാണെന്ന് ബന്ധുക്കൾ പറഞ്ഞത് ഗിരീഷിന്റെ അമ്മ കാര്യത്തിൽ എടുത്തില്ലെങ്കിലും ഗിരീഷിന്റെ മനസ്സിൽ അത് തറച്ചിരുന്നു. അന്ന് തൊട്ട് തുടങ്ങിയതാണ് അവളോടുള്ള ദേഷ്യവും വൈരാഗ്യവും. അവൻ വളരും തോറും അതിന്റെ അളവ് കൂടിയതല്ലാതെ കുറഞ്ഞില്ല. ഒടുവിൽ അവളെ കൺമുൻപിൽ കണ്ടാൽ പോലും അവന് ദേഷ്യം വന്നു തുടങ്ങിയപ്പോൾ അവന്റെ കൺമുൻപിൽ പോലും വരാതൊരു നികൃഷ്ട ജീവിയെ പോലെ അവൾ ആ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടി. പക്ഷെ ഇന്ന് തീരെ പ്രതീക്ഷിക്കാതെയാണ് ഗിരീഷിന്റെ മുൻപിൽ അവൾ എത്തിച്ചേർന്നത്. നിറഞ്ഞു വരുന്ന കണ്ണുകൾ മറ്റുള്ളവർ കാണാതെ തുടച്ച് ഇന്റർവ്യൂവിന് വന്ന മറ്റുള്ളവർക്കൊപ്പം ഇരിക്കുമ്പോൾ ഒരു പ്രാർത്ഥന മാത്രമേ അശ്വതിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ ജോലിയെങ്കിലും തനിക്ക് ലഭിക്കണേ എന്ന്. തനിക്കും ഗിരീഷേട്ടനും ഇടയിൽ ദേവിയമ്മ വല്ലാതെ കഷ്ടപ്പെടുന്നു. ഒരു ജോലി കിട്ടിയാൽ ആരെയും ബുദ്ധിമുട്ടിയാതെ എവിടെയെങ്കിലും കഴിയാമായിരുന്നു. അമ്മേ അമ്മേ, വീടിന്റെ പടി കടന്ന് അകത്തേക്ക് കയറുമ്പോൾ പതിവിലധികം സന്തോഷവാനായിരുന്നു ഗിരീഷ്. മകന്റെ മുഖത്തെ സന്തോഷവും തിളക്കവും കണ്ടപ്പോൾ കാര്യം മനസ്സിലാകാതെ പകച്ചു നിന്ന ദേവിയമ്മയുടെ കവിളിലൊരു കുഞ്ഞിനെ പോലെ നുള്ളിക്കൊണ്ട് താൻ റാങ്കോടെ വക്കീൽ പരീക്ഷ പാസ്സായ വിവരം അവൻ അമ്മയോട് പറഞ്ഞു. ഇത് ഞാൻ തീരെ കരുതിയില്ല അമ്മേ. ഇതിനു മുമ്പ് ഇതിനേക്കാൾ നന്നായി ഞാൻ പലപ്പോഴും പഠിച്ചിരുന്നു. എന്നാൽ അന്നൊന്നും എനിക്ക് ഞാൻ ആഗ്രഹിച്ചെടുത്ത് എത്താൻ പറ്റിയില്ല. എന്നാൽ ഇപ്പോൾ കണ്ടോ, ഞാൻ പോലും പ്രതീക്ഷിക്കാത്തതാണിത്. എല്ലാം ആ ശാപം പിടിച്ചവൾ ഈ വീടിന്റെ പടി ഇറങ്ങി പോയതിന്റെ ഗുണമാണ്. അറിയുമോ അമ്മയ്ക്ക്? മകന്റെ വാക്കുകൾ കേട്ട് ഒന്നും പറയാൻ സാധിക്കാതെ നിൽക്കുമ്പോൾ ദേവിയമ്മയുടെ മനസ്സിൽ അശ്വതിയുടെ മുഖമായിരുന്നു. പങ്കെടുത്ത ഇന്റർവ്യൂവിൽ നല്ല നിലയിൽ പാസ്സായ അവൾ ഇപ്പോൾ ജോലി സ്ഥലത്തിനടുത്തുള്ള ഹോസ്റ്റലിലാണ് താമസം. ഏറെ വിഷമമായിരുന്നു തനിക്ക് അവളുടെ പോക്ക്. എന്നാൽ അവൾ ഇറങ്ങിപ്പോയപ്പോൾ ചാണകവെള്ളം കലക്കി വീടിനകത്തും പുറത്തും കുടയുന്ന മകനെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെയായി. ഇപ്പോൾ 2 മാസത്തിലേറെയായിരിക്കുന്നു അവൾ പോയിട്ട്. അമ്മേ, ഞാനൊന്ന് പുറത്തു പോവുക. കൂട്ടുകാർക്കെല്ലാം ഒരു പാർട്ടി കൊടുക്കണം. വരാൻ കുറച്ച് വൈകും. അമ്മ കിടന്നോളൂ ട്ടോ. ചുണ്ടിലൊരു ചൂളം വിളിയുമായി ബുള്ളറ്റ് എടുത്തു പോകുന്ന ഗിരീഷിനെ നോക്കി നിൽക്കുമ്പോൾ അവയിൽ നിറഞ്ഞു കിടക്കുന്ന അന്ധവിശ്വാസങ്ങൾ ഓർത്ത് ആ അമ്മ നെടുവേർപ്പെട്ടു. ഒരു പക്ഷേ ഏറെ സ്നേഹിച്ച അച്ഛന്റെ മരണത്തിന് അശ്വതി കാരണക്കാരിയായെന്ന ചിന്തയാവാം അവനെ ഇത്തരത്തിലെല്ലാം ചിന്തിപ്പിക്കുന്നത്. മിനിറ്റുകൾക്ക് മണിക്കൂറുകളുടെ ദൈർഘ്യം ഉണ്ടെന്ന് തോന്നിയിരുന്നു ആശുപത്രിയിൽ ഐസിയുവിന് മുന്നിലുള്ള ഈ കാത്തിരിപ്പിന്. കരഞ്ഞ് അബോധത്തിലായ ദേവിയമ്മയെ മടിയിൽ കിടത്തി ആ തലയിലൂടെ വിരലുകൾ കൊണ്ട് പരതുമ്പോൾ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ അശ്വതിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഗിരീഷേട്ടന് അപകടമൊന്നും സംഭവിക്കരുത് എന്ന്. തനിക്ക് നേരെ നീണ്ടുവരുന്ന ബന്ധുക്കളുടെ കണ്ണിൽ ഒരു കുറ്റപ്പെടുത്തൽ ഉണ്ടോ? അമിതമായി മദ്യപിച്ച് ബൈക്ക് ഓടിച്ചതിനാലാണ് ഗിരീഷേട്ടന് അപകടമുണ്ടായത്.
ലോറിക്കുള്ളിൽ നിന്ന് വണ്ടി വെട്ടിപ്പൊളിച്ചു കൊണ്ടുവരുമ്പോൾ ചെറിയ ജീവൻ മാത്രമേ ആ ശരീരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അറിഞ്ഞത്. ഈശ്വരന്മാരെ, ആ ജീവൻ വെച്ചൊരു പരീക്ഷണം നിങ്ങൾ നടത്തരുതേ. താനിപ്പോൾ അവിടെ അല്ല താമസം. പക്ഷെ തന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്നവർക്ക് അതൊന്നും കാര്യമല്ലല്ലോ. ഈ ഒരു ശാപം കൂടി താങ്ങാൻ വയ്യ. ശരീരം മുഴുവൻ പലവിധ ഉപകരണങ്ങൾ ഘടിപ്പിച്ച് അതിനുള്ളിലൊരു ശിശുവിനെ പോലെ കിടക്കുമ്പോൾ ഗിരീഷിന് തന്നോട് തന്നെ വല്ലാത്ത പുച്ഛം തോന്നി. അവന് മുൻപിൽ വീൽ ചെയറിൽ അവന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി അശ്വതി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്തു തോന്നുന്നു ഗിരീഷേട്ടാ? ഇവിടെ വന്ന് എല്ലാം വലിച്ചെറിഞ്ഞ് ഉടയ്ക്കാൻ തോന്നുന്നുണ്ടോ? അതോ എണ്ണീറ്റ് വന്ന് എന്റെ മുഖം അടിച്ച് പൊട്ടിക്കാൻ തോന്നുന്നുണ്ടോ? ഇത് ഈശ്വരന്റെ പരീക്ഷണമാണ്. ഈ ലോകത്തിൽ എല്ലാവർക്കും ഞാൻ ഇന്നേ വരെ അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നിട്ട് ശാപം പിടിച്ചവളായി ഈ ലോകം എന്നെ കളിയാക്കി. നിങ്ങൾക്ക് അപകടം സംഭവിക്കുമ്പോൾ ഞാൻ ആ വീട്ടിലില്ലായിരുന്നു. എന്നിട്ടും അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് നിങ്ങളുടെ കരൾ പ്രവർത്തനം നിലച്ചപ്പോൾ എല്ലാവരും പഴി പറഞ്ഞത് എന്നെ. ഒടുവിൽ അതേ എന്റെ കരൾ ഞാൻ പകുത്തു തന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. നിങ്ങളേറെ വെറുത്ത എന്റെ ശരീരത്തിൽ ഒരു അവയവം കൊണ്ട് വേണ്ടേ നിങ്ങളുടെ ബാക്കി ജീവിതം നിങ്ങൾ ജീവിക്കാൻ? ഒരു ശാപവും തലയിലേറ്റിയല്ല ഇവിടെ ആരും ജീവനോടെ പിറവിയെടുക്കുന്നത് ഗിരീഷേട്ടാ. നമ്മൾ മനുഷ്യരാണ് മോനെ ഓരോ ജീവന്റെയും മുകളിലും ശാപവും പാപങ്ങളും മതങ്ങളും എല്ലാം നൽകുന്നത്. ഇനിയെങ്കിലും നീ അത് തിരിച്ചറിയണം. അമ്മയുടെയും അശ്വതിയുടെയും വാക്കുകൾ മനസ്സിന്റെ ഉള്ളറകളിൽ വേദനകളായി പടർന്നപ്പോൾ ഒരു പ്രായശ്ചിത്തം പോലെ ഗിരീഷിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു.